മജാകങ്ങൾ പറഞ്ഞോളി. പരപ്പനങ്ങാടി തീരദേശത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയുള്ള മുന്തിയ പരിഗണനയാണ് ഒരു MLA എന്ന നിലയിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങളെ അണികൾ നിങ്ങളെ ഇന്നലെ തടഞ്ഞൊരു കേസല്ലത്. MLAക്ക് ബജറ്റ് 5 കോടി രൂപയാണ് സാധാരണ നൽകാറുള്ളത്. ആ ബജറ്റിലെ 5 കോടി രൂപയും പരപ്പനങ്ങാടി തീരദേശത്തെ കടൽക്ഷോഭം വരുന്ന പ്രദേശത്ത് കടൽ ഭിത്തി കെട്ടുന്നതിന് വേണ്ടിയാണ് നൽകിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഓൽക്കറിയില്ല മജാക്ക, നിങ്ങൾ നല്ലോണം കടലിക്ക് ഇടാൻ വേണ്ടി കോടികൾ കൊടുത്തത്. അതിപ്പോ ഞാൻ സാധാരണ ജനങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലും അവിടുത്തെ പരപ്പനങ്ങാടിത്തെ നേതൃത്വത്തിന് അറിയില്ല. മജീദ് സാഹിബ് തിരക്കടൊന്നുമില്ല, മൂപ്പര് കടലിടാൻ കുറെ പൈസ തന്നിട്ടുണ്ട് എന്നുള്ളത് ഓലത് പറഞ്ഞ് മനസ്സിലാക്കട്ടെ. നിങ്ങൾ വരുമ്പോ മാത്രം ഓൽക്കൊരു തടത്തിൽ ഒരു കൂട്ടി വിളിച്ചതാ. സാധാരണ നിയോജകമണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും തുല്യമായോ വീതിച്ചു കൊടുക്കേണ്ട ഒരു ഫണ്ട് ഈ കടലോര പ്രദേശത്ത് മാത്രമായി 5 കോടി രൂപ കൊടുത്തു. ഈ 5 കോടി രൂപ കൊടുത്തപ്പോൾ അത് എവിടേക്കാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ പ്രാദേശിക ആളുകളെ തന്നെയാണ് ഏൽപ്പിച്ചത്. അതിൽ എനിക്ക് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പ്രത്യേകം എവിടെയും പറഞ്ഞിട്ടില്ല. പണ്ട് ഇതേമാതിരി സ്റ്റേജിൽ നിന്ന് നിങ്ങളെ കൂട്ടി വിളിച്ചു, അത് നിങ്ങളുടെ ടീം തന്നെയാണ്. നിങ്ങളോട് ഭയങ്കര ഒരു വാശി വിൽക്കുന്നുണ്ട് കേട്ടോ. ഈ തീരദേശ ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മിനിഞ്ഞാന്ന് അവിടെ പോയപ്പോൾ സ്വാഭാവികമായും ഈ പ്രദേശത്ത് കാണണം എന്ന ആളുകൾ പറഞ്ഞു. ഞാൻ അവരുമായി സംസാരിച്ചു. ഉമ്മറുമായി അവർ ചെറിയ സംസാര ഉച്ചത്തിലായിരുന്നല്ലാതെ എന്നോട് കയർക്കുകയോ എന്നെ തടയുകയോ ചെയ്ത ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളോട് ഭയങ്കര വാശിയാണ്. അത് നിങ്ങളെ അണികൾക്കാണെന്ന്, നിങ്ങളെ പാർട്ടിക്കാർക്കേ. പണ്ട് മഞ്ചേരിയില് അത്തരി ലീഗിന്റെ കോട്ട കൊത്തളത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ മത്സരിച്ചപ്പോൾ നിങ്ങളെ പോലെ ചവിട്ടി താത്തിയല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയലുണ്ട്, മജീദ് സാഹിബ് അത്ര മോശമൊന്നുമല്ല. നിങ്ങൾ മങ്കടക്കൊന്ന് നോക്കി 2 പതിറ്റാണ്ട് അവിടെ ഭരണം നടത്തിയിട്ട് മങ്കട സ്വർഗ്ഗമാക്കിയിട്ട് ആ സ്വർഗത്തിൽ ജീവിച്ചാൻ കഴിയാതെയാണ് ആ ആൾക്കാർ അയാളെടുത്തുകൊണ്ട് ഇനി മതി ഞങ്ങളെ സ്നേഹിച്ചത് എന്ന് പറഞ്ഞു നിങ്ങൾ പോയി കാണിങ്ങളവിടെ ഇറങ്ങാണ്ട് അങ്ങനെ ആട്ടി പറഞ്ഞു. ഇപ്പോൾ പരപ്പനങ്ങാടി ചെന്ന് നോക്കുമ്പോൾ പരപ്പനങ്ങാടി ഇതേമാതിരി ആൾക്കാർ വാരിപ്പുണരാണ്, അത് തടഞ്ഞു വെച്ചതല്ല എന്നൊക്കെ ഞാൻ എല്ലാവരോടും പറയലുണ്ട്. എവിടെ ചെന്നാലും മൂപ്പരൊരു വാരിപ്പുണരലാണ് എല്ലാവർക്കും, പ്രത്യേകിച്ച് ലീഗുകാർക്ക് എന്നൊക്കെ ഞാൻ പറയലുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, എല്ലാവർക്കും നിങ്ങളോട് നിങ്ങൾ നിന്ന മേഖലയിലൊക്കെ നിങ്ങളോട് ഭയങ്കര, നിങ്ങളെ അണികൾക്ക് ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ ഒരു ജനപ്രതിനിധിയൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല കേട്ടോ. നിന്ന് എല്ലാ സ്ഥലത്തു നിന്നും ഇങ്ങനെയുള്ള വാരിപ്പുണരിൽ വാങ്ങണത്. ഞാൻ അതിൽ ഇടപെട്ട് അവിടെ പ്രശ്നങ്ങൾ കേട്ട് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയും വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ലിസ്റ്റിൽ അന്ന് വന്നിരുന്നില്ല. അതുകൊണ്ട് ഇത് ഇറിഗേഷൻ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗമോ നടത്തുകയോ മറ്റു രീതികൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞ് സൗഹൃദപരമായിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞു വന്നത്. പിന്നെ ഈ 5 കോടി കടലിൽ കിട്ടിന്റെ ഇങ്ങനെ ശരിയാകുന്നില്ലല്ലേ സാഹിബേ? ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നിങ്ങൾ കൊടുത്താക്കാർക്ക് അറിയോ? ഇതിപ്പോ ഞാൻ ആരെങ്കിലും വന്ന് ചോദിച്ചേ വല്ല എന്തെങ്കിലും കണക്കവതരിപ്പിച്ചാൽ പറയുകയാണെങ്കിൽ അറിയോ? കടലാണ്, കാരണം നടന്ന് കിടക്കല്ലേ, എത്ര ഇട്ടാലും കാണണല്ലോ. അല്ല ആയിക്കോട്ടെ, അങ്ങനെ ചോദിച്ചു എന്നുള്ളൂ. ഈ വലിയ കടലിക്ക് ഇങ്ങനെ 5 കോടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതൊന്നും ഇപ്പൊ ഒരു ഭയങ്കര ഇതൊന്നും അല്ലല്ലോ. ഇപ്പൊ നിങ്ങളെ അണികളെ അല്ല ഒന്നാമതേ തെറിവിളി ഉണ്ടാവും, അതൊന്നും കണ്ടുപോക്കുന്നുണ്ട്, ഭയങ്കര രസമാണ്. എന്നാലും നിങ്ങളെ തടഞ്ഞല്ലോ, അത്രയൊന്നും ഇപ്പൊ ഞാൻ ഈ തെറിവിളിനൊന്നും കാണുന്നില്ല.